വേണ്ട. ഞങ്ങളിത് മൂന്നാറിലെത്തി ഇവിടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും മീൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ബിരിയാണി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഫുഡ് അടി തുടങ്ങിയിട്ടാ. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി സുറുമി ഫുഡ് കണ്ടോടുകൂടി ആക്രാന്തം മൂത്ത്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. പാവം. ഇവിടെ പാവം കൊച്ചുങ്ങളുണ്ടാവും. ഇവിടെ ഇവരൊക്കെ സൈലന്റ് വാലീസ് ആണ് ഈ 3 പേര്. അൺബോക്സിംഗ് കണ്ടിട്ടാ ഗൈസ്. വീട് മൊത്തണ്ട ഓണായി, എല്ലാരും ഓണായി. അപ്പൊ ഫ്രണ്ട്സ് സുറുമിതേ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഞങ്ങളിപ്പോ ദേ മൂന്നാറിൽ റോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ റീൽ എടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെവിടെ എത്തി? മൂന്നാറിൽ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ സരിത, സുറുമി കമോൺ. സുറുമി മുങ്ങുകയാണ്. സുറുമിയാണ് ട്രിപ്പിന്റെ ഹൈലൈറ്റ്. പിന്നെ പാർവതിയുണ്ട്. ഇത് ഗൗരി, അത് പാർവതി. പാർവതി എവിടെ? കമോൺ പാർവതി. ഹായ്. യെസ്, അപ്പൊ ഞങ്ങൾ എല്ലാരും റോക്ക് ചെയ്യാണ് ഗൈസ്. അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി സ്റ്റേ സ്പോട്ടിലേക്ക് പോവാണ്. യെസ്, ഇതാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ. ഹായ്. ഇത് ഗിറ്റാറിസ്റ്റ് ആദർശ്. ആവേശപൂർവ്വം ദേ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? കമോൺ. Come on everybody, come on, let's move. ഓടി വരൂ കിങ്ങിണി, ഓടി വരൂ. കിങ്ങിണി എവിടെ പോയാ? നല്ല ഫോളോവേഴ്സ് ഉണ്ട്. വാവ്, അപ്പോ നമ്മൾ സ്പോട്ടിലെത്തി ഗൈസ്. കൊള്ളാം, പൊളിച്ച്. നല്ല സ്പോട്ടാണ് കേട്ടോ. അയ്യാ, ഇതെങ്ങോട്ടാ പോന്നേ? പാർവതി ഒരു തവണ വീണതാ. പാർവതി വീണ്ടും പാർവതി വീഴാൻ വേണ്ടി നടക്കുക. ഹായ്. ഞങ്ങൾ 2 പ്രാവശ്യം വീണിട്ടാണെങ്കിലും ഞങ്ങളെ ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോ വീഴും. അനുഭവമാണ് ഏറ്റവും വലിയ പാഠം ജീവിതത്തിൽ. ഈ വീഴ്ചയല്ല, എന്റെ നേരെ വീഴ്ചയുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ടെന്റ്. രാത്രി കിടക്കാൻ പോകുന്ന ടെന്റ്. വാവ്, പൊളി. ഹലോ, അപ്പോൾ ഞങ്ങൾ സൂര്യനിലയിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ടെൻ്റൊക്കെ അടിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് ഇടയിൽ ഫുഡ് കഴിച്ചു. പിന്നെ ഇത് ഇവിടെ എത്തി. ഇവിടെ ടീ ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റേ ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ എത്തിയതേ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഹോ ക്യാമ്പിങ്ങിലാണ് നിങ്ങൾ ക്യാമ്പ് ചെയ്യുന്നത്. ഇതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഞങ്ങൾക്ക് 3ാമത്തെ നിരയിലുള്ള ടെൻറ്റാണ് കിട്ടിയത്. അപ്പോൾ ഓരോ സ്ലോട്ടും നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ കൊള്ളാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെൻറ്റാണ്. പാല് കാച്ചുകയാണ്. ഇതിൽ 4 പേർക്ക് കിടക്കാൻ പറ്റുമോ?
അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതേ ഇപ്പോൾ സൂര്യനിലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഇവിടെ ഒരുപാട് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ടെൻറ്റിൽ 3 പേര് വെച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് നൈറ്റ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ദേ ഇപ്പോൾ ഇവിടെ എത്തി, ഞങ്ങൾ ഫ്രഷായി ടീ ഒക്കെ കുടിച്ചു. ഇച്ചിരി ലേറ്റായി പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ടീ ഒക്കെ കുടിച്ചു, വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ 7:30 ആകുമ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ അത്യാവശ്യം കൊള്ളട്ടോ, പൊളിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല മൂടാണ് കേട്ടോ, നല്ല വൈബ് സ്ഥലമാണ്. ഇച്ചിരി തണുപ്പും മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അധികമില്ല, എന്നാലും നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഓക്കെയാണ്, ഈ വെതർ കണ്ടീഷൻ മതി. ഇതാണ് എനിക്കിഷ്ടം. യെസ്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, അടിപൊളി. ഞാൻ പുതിയ ഹൂഡിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഹായ്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ ഹൂഡിയൊക്കെ മേടിച്ചു, പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായിട്ടോ, നല്ല പൊളി സ്ഥലമാണ്, കൊള്ളാം. അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഫയറിന് പോവാണ്. ആദർശ്, ആർ യു റെഡി? യെസ്. അപ്പോൾ നമുക്ക് അടുത്തതായി ആദർശിന്റെ ഗംഭീരമായ മ്യൂസിക് വിത്ത് ബോഡി മസിൽ. എവിടെ ഗൗരി? ഗൗരി ഫോൺ ഓഫ് ആവും എന്നോട്. ഓക്കെ പാ, ഗുഡ് നൈറ്റ്, ലവ് യു. ഹലോ ഗൈസ്. ഹലോ, ഹായ് നിസ്മ. ഹായ് നിസ്മ. ഹലോ, ഹായ്. ഹായ് കിങ്ങിണി. ഹായ് ഷഹന. ഹായ്. എല്ലാവരും വൈബ് ചെയ്തോണ്ടിരിക്കുകയാണേ. കഥയുരാപത്തലമാണെങ്കിലും ആകാശമേ വർണ്ണങ്ങളെ മാറ്റുന്നു കഥയുരാപത്തലമാണെങ്കിലും ആകാശമേ വർണ്ണങ്ങളെ മാറ്റുന്നു ഹലോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ എഴുന്നേറ്റു 3 മണിക്ക് വെളുപ്പിന്. ഞാൻ ജീവിതത്തിൽ ഇത്രയും നേരത്തെ ഒരുപാട് നാൾക്ക് ശേഷം എണീറ്റിട്ടില്ല കേട്ടോ. തണുത്ത മരവിച്ച്, അത്ര തണുപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്നതാണ് വെള്ളം. വേണ്ട, പല്ലൊക്കെ തേച്ച് ഡ്രസ്സ് ചെയ്ത് ഇനി നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. എല്ലാവരും ഉറങ്ങുകയാണ്, അല്ല ഇറക്കടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് എന്നിട്ട് ഫ്രഷ് ചെയ്യാണ്. അപ്പോഴേക്കും നമ്മൾ വേഗം ഫ്രഷ് ചെയ്ത് നമ്മൾ സെറ്റപ്പായി നിൽക്കുകയാണ്. എവിടെ ഞങ്ങൾ ടെൻ്റ് എവിടെ? വരൂ. അയ്യോ,
വഴി തെറ്റിപ്പോയി. അപ്പോൾ ഗൈസ് വീണ്ടും ടെൻറ്റ് തെറ്റിപ്പോയി. അവിടെ ആയിരുന്നില്ല, ഇപ്പുറത്തെ നിരയായിരുന്നു ടെൻറ്റ്. അപ്പോൾ ദേ ഫ്രഷപ്പ് ചെയ്ത് ചില്ല് ചെയ്യാണ്. ഇന്നും കൂടിയുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ്. നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ ഒരു സിംഗിൾ, എന്നെ പോലെ വേറെ സിംഗിൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് 2-3 ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയാണ്. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിതൊട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഹായ്. അപ്പോൾ കുളിച്ചൊരുങ്ങി സെറ്റപ്പായി കുളുക്കുമലയിലേക്ക് പോവുകയാണ് ഗൈസ്. കുളിച്ചിട്ടൊന്നുമില്ല, അത് നല്ല ചുമ്മായിരിക്കട്ടെ. ഇവിടെ കുളുക്കുമലയിലേക്ക് പോകാൻ വേണ്ടി സെറ്റപ്പായി ജീപ്പിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? സൂപ്പർ ആയിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. കണ്ണീര് തുടച്ചിട്ട് പറയട്ടെ എല്ലാവരും. ഓക്കെ, ഞങ്ങളുടെ സക്സസ്ഫുള്ളി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞ് നല്ല ഗംഭീര ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി ഇതുപോലെ തിരിച്ചിറങ്ങണം. അപ്പൊ ഗൈസ് ഞങ്ങൾ കാട്ടിലൂടെ കുളുക്കുമലയിലോട്ടുള്ള ലക്ഷ്യസ്ഥാനത്തോട്ട് പോവുകയാണ് ഗൈസ്. നല്ല വൈബുണ്ട് കേട്ടോ. അയ്യോ, അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. അടിപൊളി. സൂപ്പർ. എൻജോയിങ് ദി മൊമെന്റ്, ലിവിങ് ദ മൊമെന്റ്. വാവ്, സുറുമയുടെ മൂടാണല്ലോ ഈ കാണുന്നത്. വ്ളോഗില്ല മൊത്തം. അമ്മേ. അപ്പൊ ഞങ്ങൾ കുളുക്കുമലയിൽ സൺറൈസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മുടെ സൂര്യൻ ഇങ്ങനെ പൊന്തി വരും. നമുക്കത് കാണാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി മൂടാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. ഇവിടെ പാർവതി നിന്നുറങ്ങാ സൺറൈസ് കാണാൻ വന്നിട്ട്. എന്താ പറയാ, രാത്രി ഉറങ്ങാണ്ട് പാർവതി കണ്ടു തുറക്കൂ. ഒരു രക്ഷയില്ല. സൂപ്പർ. എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ സൺറൈസ് വ്യൂ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെളുപ്പിനെ എണീച്ച് ഇങ്ങനെയൊക്കെ. ഇവർക്കൊക്കെ അത് ഡൗട്ടായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സൂര്യനതാ ഉദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. വരുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഷഹനിയുണ്ട് കേട്ടോ കൂടെ. അപ്പൊ കൊള്ളാട്ടോ. ഇത് എന്താ പറയാ, നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്.
വ്യൂ ഒക്കെ കണ്ടു, സൺറൈസ് ഒക്കെ കണ്ടു. ഇവിടെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. അയ്യോ കാണുന്നില്ല, കൊള്ളാം, അടിപൊളിയാണ്. ദേ വ്യൂ ഒക്കെ കണ്ട് നിൽക്കാണ്. ഇവിടെയും നല്ല വ്യൂ ഉണ്ട്, കൊള്ളാം. അപ്പോൾ ദേ നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിയാനായി. ഇതായിരുന്നു മെയിൻ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദേ അത് കഴിഞ്ഞു. ദേ തിരിച്ച് നടക്കുകയാണ്, കൊള്ളാം. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അധികം ഒന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും പറ്റുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടിപൊളി ചില്ല് മൂടാണ് കേട്ടോ. ഇഡ്ലി മുട്ട. പ്രീതിക ഹായ്. ടീ. ഹലോ സേ ഹായ്. കഴിച്ചില്ലേടാ? കഴിക്കുന്നു. ഹെൽത്തി ഫുഡ് ഞാൻ ഓൾറെഡി കഴിച്ചു. അപ്പോൾ ഞാൻ ഇവരെ കാണിക്കുകയാണ് കേട്ടോ. ആദർശിന്റെ ഇന്നലത്തെ പാട്ട് ഗംഭീരമായിരുന്നു. താങ്ക്സ് ഫോർ യുവർ മ്യൂസിക്. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ കൊളുക്കുമലയിലൊക്കെ പോയി തിരിച്ചു വന്നു. ഗംഭീര വ്യൂ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. സൺറൈസ് അടിപൊളിയായിരുന്നു. അതിനിടയിൽ ഇന്നലെ ഒരു ചെറിയൊരു ആശങ്ക വന്നു, സൺറൈസ് കാണാൻ പറ്റില്ല, ജീപ്പ് സെറ്റ് ആയിട്ടില്ല, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അയ്യോ കാണാൻ പറ്റില്ലേ, സൺസെറ്റ് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയായി. പക്ഷേ ഒന്ന് പറയണ ഒരു രക്ഷയില്ലാണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ എണീറ്റ് 3:30 ആകുമ്പോഴേക്കും എണീറ്റ് കുളിച്ച് സെറ്റായി ആദ്യത്തെ ജീപ്പിൽ തന്നെ വിട്ടുവിടുന്നു. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ മഞ്ഞു കാര്യങ്ങളൊക്കെ ഭയങ്കര മഞ്ഞില്ല, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന മഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൊള്ളായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല വ്യൂ ആയിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ തിരിച്ച് 8:30 ആകുമ്പോഴേക്കും എത്തി. ഞങ്ങൾ അതിന് ശേഷം ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ അത്യാവശ്യം വെയിലും, നല്ല വെയിലല്ല എന്നാലും കുഴപ്പമില്ലാത്ത വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സൺറൈസ്, ഇങ്ങനെ മലയൊക്കെ കയറിയിട്ട് സൺറൈസ് കാണുന്നത്. സൂപ്പർ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ ടെൻറ്റിൻ്റെ ആ സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ, മോർണിംഗ് വ്യൂ ആണ്. ഇതാണ് ആ ഒരു ഏരിയ വരുന്നത്. നമ്മൾ നേരത്തെ നൈറ്റല്ലേ കണ്ടത്, ഇതാണ് വരുന്നത്. കൊള്ളാം, അടിപൊളിയാണ്. ഫസ്റ്റ് ടൈമാണ് ടെൻറ്റിലും ഇങ്ങനെ സ്റ്റേ ഒക്കെ. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സേഫാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജെന്യൂനിറ്റി മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്, നല്ല സേഫാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഗൈഡും അതുപോലെ ഗൈഡും പിന്നെ പാട്ട് പാടുന്ന പയ്യൻ, അതായത് 2 പേരും ഗൈഡ് തന്നെയായിരുന്നു. പിന്നെ ബാക്കി ഞങ്ങൾ ഫുള്ള് സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ലൈഫിൽ അങ്ങനെ കുറച്ചൊന്ന് ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾ പിരിஞ்சു പോവാണ്. കഴിഞ്ഞിട്ടില്ലേ പറഞ്ഞ് പിരിஞ்சു പോവാണ്. ദേ ഇപ്പം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവിടെ അടിപൊളി വൈബായിരുന്നു. കുറെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഇനി ഞങ്ങൾ എല്ലാവരും നമ്മുടെ സ്വന്തം നിസ്മക്കുട്ടിയാണ്. നിസ്മക്കുട്ടി അതെ നിസ്മേനെ കാണിച്ചു തരാട്ടാ. ഇതാണ് എൻ്റെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ നിസ്മ. ഹായ്. അപ്പൊ ഞങ്ങൾ ബൈ പറഞ്ഞു പോവാണ്. അപ്പോൾ ഞങ്ങൾ ബായ് പറയാണ്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ഇനിയും അവസാനിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ ഒരു ഫാമിലിയാണ്. നൗ വി ആർ എ ഫാമിലി. സോ ഞങ്ങൾ തിരിച്ചങ്ങടെ വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. ബാക്കി റോക്കിംഗ് ഒക്കെ വണ്ടിയിലാണ്. അപ്പോൾ ബൈ. എൻ്റെ കൂടെ വേറൊരു ടീച്ചറും കൂടി ഇട്ടാ. ഷഹന ടീച്ചറാണ്. ഷഹനക്ക് നാളെ പോയിട്ട് പഞ്ച് ചെയ്യണത്. പാവം വെക്കേഷൻ ആയിട്ടും ജോലി ചെയ്യണം. വേണ്ടോ വേറെ ഒരു ഓഫീസ് വർക്കർ കേട്ടോ. നാളെ ഇവർക്കൊക്കെ പഞ്ച് ചെയ്യണം. ഞാൻ മാത്രം ഫ്രീ ഉള്ളോ. വെള്ളം മേടിച്ച് സുറുമി ഞൊണ്ടി വരുന്നുണ്ട് കേട്ടാ. കിട്ടിയോ? കിട്ടി. സുറുമിക്ക് ജയ്. കുടിച്ചോ.
ചെന്നിക്കുത്ത് വീട്ടിൽ ആ ഡ്രസ് മുഴുവൻ മേടിച്ചാ അടുത്ത പ്രാവശ്യം വരുമ്പോ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അടുത്ത ചേച്ചിനോട് ഞാൻ ചേച്ചി ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ മറ്റേ പട്ടി തണുത്ത വെള്ളം വേണമെന്ന് ചോദിച്ചു വേണം ചേച്ചി എനിക്ക് വല്ല എന്റെ ഫ്രണ്ട്സിനും വേണം എന്ന് പറഞ്ഞു അപ്പൊ ആ ചേച്ചി പറഞ്ഞു നിന്റെ മനസ്സൊരു നല്ല മനസ്സാണ് എന്ത് നല്ല കുട്ടി എന്ത് നല്ല ചേച്ചിയില്ലേ അതെ അതാണ് ഗൈസ്. അപ്പൊ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി, ഞങ്ങളുടെ വണ്ടിയിലെത്തി ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന കടയിൽ നിന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്തി. ബാക്കിലുണ്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന വണ്ടി, ടെറാപ്പാത്ത്. അതിലാണ് അവരുടെ വഴിയാണ് ഞങ്ങൾ മൂന്നാർ കുളുക്കുമലയിലേക്ക് വന്നത്. ഇനി തിരിച്ച് ഞങ്ങൾ എറണാകുളത്തോട്ട് പോവാണ്. ബൈ ബൈ ബൈ. Give me a hug. Give me a hug. See you. Bye. Bye bye. സരിതമോൾ ഇങ്ങോട്ട് നോക്കൂ. ബൈ ബൈ ബൈ. ഷഹന ബൈ തരൂ. ബൈ. മാറു ബൈ ബൈ. See you. ഇറങ്ങുന്നില്ലേ? ബൈ ബൈ ബൈ. ബൈ ബൈ. വ്ളോഗിങ് എല്ലാരും പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ ട്രിപ്പൊക്കെ സെറ്റിലായി. ഞങ്ങൾ ഇനി എടപ്പള്ളിയിൽ പിരിയുകയാണ് ഗൈസ്, പിരിയുകയാണ്.